സമയം രാവിലെ 9 മണി. കുളിച്ചൊരുങ്ങി നേരെ പുറത്തേക്ക് പോവാണ്. ഇന്ന് എയർപോർട്ടിലേക്ക് ഒരു യാത്രയുണ്ട്. ഇന്ന് നാട്ടിൽ പോവാണ്. ഞാനല്ല കേട്ടോ, സുഹിത്തേട്ടൻ. അങ്ങനെ സുഹിത്തേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി സുഹിത്തേട്ടനെ ഞാനിനി ഡ്രോപ്പ് ചെയ്യണം എയർപോർട്ടിലേക്ക്. പോകുന്ന വഴി സുഹിത്തേട്ടന് ദോശയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദോശയും കഴിച്ചു. ചായ അവിടെ ഇരുന്ന് കുടിച്ചാൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ചായ പാഴ്സൽ വാങ്ങി. അങ്ങനെ വരുന്ന വഴി സുഹിത്തേട്ടൻ പറഞ്ഞു ഹാൻഡ് ബാഗിൽ പൂട്ടിട്ടിട്ടില്ലാന്ന്. ശരിക്കും നാട്ടിൽ പോകുന്നതിൻ്റെ വെപ്രാളം കൊണ്ട് മറക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി പൂട്ടും താക്കോലും ഒക്കെ വാങ്ങിയതിന് ശേഷം വണ്ടി തന്നെ വെച്ചിട്ട് അതൊക്കെ ലോക്ക് ചെയ്ത് സെറ്റപ്പാക്കി. അങ്ങനെ ഇനി എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. എത്ര തവണ നമ്മൾ പോയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആദ്യമായി പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ ഓരോ തവണ നാട്ടിൽ പോകുമ്പോൾ. അത് വെപ്രാളം കൊണ്ട് പല കാര്യങ്ങളും മറന്നെന്നൊക്കെ ഇരിക്കാം. അങ്ങനെ സുഹിത്തേട്ടൻ ഞാനും എയർപോർട്ടിലെത്തി. സുഹിത്തേട്ടൻ ട്രോളി എടുക്കുന്ന സമയത്ത് ഞാൻ സുഹിത്തേട്ടൻ്റെ ലഗേജൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. സുഹിത്തേട്ടൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി സന്തോഷം വരും. അങ്ങനെ സുഹിത്തേട്ടൻ ലൗലി ചേച്ചിയുടെ അടുത്തും പിള്ളേരുടെ അടുത്തോട്ടൊക്കെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് സുഹിത്തേട്ടൻ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.